എറണാകുളത്ത് കളമശ്ശേരി നഗരത്തിനോട് തൊട്ടടുത്തായി ഉടമ 15 സെന്റിൽ സ്വന്തമായി താമസിക്കുവാൻ നിർമ്മിച്ച് 5 വർഷത്തോളമായി താമസിച്ചു വരുന്ന ഒരു അൾട്രാ ലക്ഷൂറിയസ് വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപത്താണ്. വീടിന് മുൻഭാഗത്തായി 5 മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. വീടിൻ്റെക്ക് എൻ്റർ ചെയ്യുന്നത് വലിയൊരു പടിപ്പുടയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫോൾഡിംഗ് തുറക്കാവുന്ന 2 വലിയ ഗേറ്റുകൾ തുറന്നാണ്. ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള മുൻഭാഗത്തെ മുറ്റത്തേക്കാണ്. 15 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 1 പ്രയർ റൂമും 1 മെയ്ഡ് ബാത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് കാർ പോർച്ച് ഉൾപ്പെടെ നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. ഈ വീട്ടിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ഈ വീടിന് മുൻഭാഗത്തുള്ള വിശാലമായിട്ടുള്ള ഈ ഫലവൃക്ഷലതാദികൾ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഈ ഗാർഡൻ ഏരിയയാണ്. കണ്ടുമടുത്ത കോൺക്രീറ്റ് കാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഹരിതാപം നിറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഫലങ്ങളെല്ലാം നമുക്ക് ഈ വീടിന്റെ മുൻഭാഗത്തെ ഈ ഗാർഡൻ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത വളരെ വൃത്തിയുള്ള ഒരു ഗാർഡൻ ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്ത നടുക്കായി ഭംഗിയുള്ള ബബിൾ സ്റ്റോണുകളെല്ലാം നൽകി മനോഹരമായിട്ടൊരു നടപ്പാതയും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. പ്രധാന മെയിൻ ഗേറ്റ് കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റ് കൂടി നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള വീടെന്ന സങ്കല്പത്തിലെ പശ്ചാത്തലമാണ് നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അനുഭവപ്പെടുക. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചറൽ ഫീലോട് കൂടിയിട്ടുള്ള വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീട്ടിന് മുൻഭാഗത്തെ മുറ്റത്തായി 10-15 വരെ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ്. കൂടാതെ ഈ വീടിന് ഒരു ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ഈ വീടിൻ്റെ സൈഡിലൂടെ പോയാൽ താഴത്തേക്ക് എത്തിയാൽ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ്. ആ ഭാഗത്തായി തന്നെയാണ് സെർവൻറ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബാത്റൂം യൂസ് ചെയ്യാനും അവർക്കുള്ള ഒരു ഭാഗവുമെല്ലാം നമുക്ക് ഈ ഭാഗത്തായിട്ട് തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും. മനോഹരമായിട്ടുള്ള ഗാർഡൻ ഭാഗം ഈ ഭാഗത്ത് വരെ നമുക്ക് അനുഭവവേദ്യമാണ്. മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഈ വീടിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് കണ്ടാലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുക. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും 500 മീറ്റർ മാത്രമാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് 6 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 11 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് 12 കിലോമീറ്ററുമാണ് ഈ അൾട്രാ ലക്ഷൂറിയസ് വീട്ടിലേക്കുള്ള വഴിദൂരം വരുന്നത്. നഗരഹൃദയത്തിനോടെല്ലാം ഒത്തുചേർന്ന് എന്നാൽ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം വിട്ടുമാറി ഏറ്റവും പെട്ടെന്ന് തന്നെ ആക്സസ് ലഭിക്കാവുന്ന ഒരു ലക്ഷൂറിയസ് ഏരിയയിൽ തന്നെയാണ് ഈ ഗംഭീര ഭവനം പൂർത്തീകരിച്ചിരിക്കുന്നത്. 5 വർഷത്തോളമായി ഈ ഓണർ ഇവിടെ താമസിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ മുൻഭാഗത്തെ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായിട്ട് നീളമേറിയ സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് തന്നെയാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഭംഗിയുള്ള ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്കുള്ള കാഴ്ച തന്നെ വളരെ നയന മനോഹരമാണെന്ന് നമുക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല. ഭംഗിയുള്ള സിറ്റൗട്ടിൽ നിന്ന് ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്കാണ്. മെയിൻ ഡോർ തുറന്നാൽ നമുക്ക് ഇടതുഭാഗത്തായിട്ട് ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ സ്പേസ് ആണ് ലഭ്യമാക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള രാജകീയ പ്രൗഢി നൽകുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് നമുക്ക് ഈ വീട്ടിൽ എല്ലാ ഭാഗത്തും കാണുവാനായി കഴിയുക. ഡബിൾ ഹൈറ്റഡായി വളരെ പ്രൗഢി നിറഞ്ഞ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്നുള്ള ആസ്വാദനങ്ങൾ ഒന്ന് വേറെ തന്നെയാണ്. മനോഹരമായിട്ടുള്ള സെറ്റുകളും മനോഹരമായിട്ടുള്ള കർട്ടൻസുമെല്ലാം നൽകി ഭംഗിയുള്ളതാക്കുവാൻ പ്രത്യേകം ഈ ബിൽഡർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഭാഗത്ത് നിന്ന് വീടിൻ്റെ ബാക്കിയുള്ള വശങ്ങളിലെ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം.
ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ കം ഒരു ഫാമിലി ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ്. മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു ടീപ്പോയും വലിയൊരു സോഫ സെറ്റിയും എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് പൂർണ്ണമായും പ്രൈവസി ലഭിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ ഭാഗം സെറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ മച്ചിൻ്റെ ഡിസൈനോട് കൂടി തന്നെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും. ഒരു ഓവൽ ഷേപ്പിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയുള്ള വലിയൊരു ഡൈനിങ് ടേബിളാണ് നമുക്ക് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. സൈഡ് ഭാഗത്തായി മനോഹരമായിട്ടുള്ള ലൂവറിങ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാവുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പാർട്ടീഷൻ ഏരിയ ഭാഗവും സിറ്റ് ഔട്ടായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പാഷ്യോയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള വാഷ് കൗണ്ടർ ഭാഗത്തേക്കാണ്. ഒരു രാജകീയ പ്രൗഢിയാണ് നമുക്ക് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ അനുഭവവേദ്യമാവുക. കൂടാതെ ഇതിനോട് തൊട്ടു ചേർന്ന് തന്നെ വീട്ടിൽ പ്രയർ റൂമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുറിയിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത്. ഇത് നമുക്ക് വാങ്ങിക്കുന്ന ഒരു ഇഷ്ടാനുസരണം ഏത് റൂമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് വീടിൻ്റെ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ് പാചകം ചെയ്യുവാനുള്ള സൗകര്യത്തിൽ ഇലക്ട്രിക് ചിമ്മിണിയും ഹോബും എല്ലാം നൽകിയിട്ടുണ്ട്. വളരെ ലെങ്തി ഡിസൈനിലുള്ള മനോഹരമായിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം മൾട്ടിവുഡ് കൊണ്ടുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണുവാനായി കഴിയും. ഭംഗിയുള്ള ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും എല്ലാം സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. കിച്ചണിനോട് അനുബന്ധമായി തന്നെ കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീടിൻ്റെ സെക്കൻഡറി കിച്ചണായി ഉപയോഗപ്പെടുത്താനാകുന്ന രീതിയിൽ ലെങ്തി ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ ഭാഗത്തേക്കാണ്. ആ ഭാഗത്തും സ്റ്റൗവെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ബെഡ്റൂമുകൾ പരിചയപ്പെടുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് വീടിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഭാഗം ഒന്ന് കണ്ടുവരാം. ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ട് ചേർന്നുള്ള ഇടനാഴിയിലൂടെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാൽ നമ്മൾ എത്തി നിൽക്കുന്നതാണ് വീടിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ. ഇവിടെ കവേർഡ് ആയിട്ടുള്ള 1-2 വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ തന്നെയാണ് മുൻപേ പറഞ്ഞ മെയ്ഡ് ബാത്റൂമും എല്ലാം നൽകിയിരിക്കുന്നത്. നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. ഏകദേശം 18 അടി നീളവും 16 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും. ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം. ഭംഗിയുള്ള ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്റൂമിൽ നിന്ന് നമ്മളിനി ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് പ്രവേശിക്കുന്നത്. 3600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭാഗത്തും ഒരു തിക്കോ തിരക്കോ കഞ്ചക്ഷനോ ഒന്നും അനുഭവപ്പെടില്ല. അത്രയും വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ മച്ചിൻ്റെ രൂപത്തിലൊക്കെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. മുൻപേ കണ്ട മൾട്ടിവുഡിൽ തീർത്ത വാർഡ്രോബ് പോലെ തന്നെ ഈ ബെഡ്റൂമിലും ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു വാർഡ്രോബ് കാണാം. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഗ്രാനൈറ്റും ടൈലുമാണ് ഈ സ്റ്റെയറിൽ പൂർണ്ണമായും നൽകപ്പെട്ടിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയുള്ള ഹാൻഡ് റെയിലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സ്റ്റെയർ ലാൻഡിങ്ങിൽ വന്നാൽ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇരിപ്പിടമെല്ലാം ഇവിടെ നിശ്ചയം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഈ ഭാഗത്ത് വളരെ വിശാലമായിട്ടുള്ള TV യൂണിറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഭാഗത്താണ് വീടിൻ്റെ പ്രധാന എൻ്റർടൈൻമെൻറ്റ് ഏരിയയായ TV യൂണിറ്റ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സോഫയും ഫോൾ സീലിങ്ങും വലിയൊരു TVയും എല്ലാം ഈ ഭാഗത്തായി കാണുവാനായി കഴിയും. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഒരു ഓപ്പൺ പാഷിയോ കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നെല്ലാം നമുക്ക് വൈകുന്നേരങ്ങളിൽ നല്ല രീതിയിലുള്ള കാറ്റാണ് ലഭിക്കുക. വളരെ ഒരു ശാന്തസുന്ദരമായിട്ടുള്ള പ്രദേശത്ത് തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് കണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലെ 1ാമത്തേതും വീട്ടിലെ 3ാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനോളം തന്നെ സമാനമായിട്ടുള്ള വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഈ ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച്ഡായി തന്നെയുള്ള സൗകര്യമാണ് ഏർപ്പാടാക്കി നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് കാണുവാനായി കഴിയും. വാർഡ്രോബ് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ
അവസാന ബെഡ്റൂം ഒന്ന് കണ്ടുവരാം. ഭംഗിയുള്ള ഈ ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനതുപോലെ തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വലിയ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. നമുക്ക് ഈ വീട് 2 രീതിയിൽ സ്വന്തമാക്കുവാനുള്ള സൗകര്യം ബിൽഡർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒന്ന് സെമി ഫർണിഷ്ഡ് ആയിട്ടും ഒന്ന് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടും. സെമി ഫർണിഷ്ഡ് ആയിട്ടെന്ന് പറയുമ്പോൾ മൂവബിൾ ആയിട്ടുള്ള എല്ലാവിധ ഫർണിച്ചറുകളും മാറ്റിയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണെങ്കിൽ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും ഈ വീട്ടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നൽകിയിരിക്കുക. മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഈ ബാൽക്കണി ഭാഗത്ത് നിന്ന് മുൻഭാഗത്തിലുള്ള കാഴ്ചയെല്ലാം വളരെ മനോഹരമാണ്. ഈ വീട്ടിൽ നമുക്ക് 5 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം കൂടി ലഭിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഭാഗവും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ വിലയിലേക്കും മറ്റും പ്രവേശിക്കാം. എറണാകുളത്ത് കളമശ്ശേരിക്ക് സമീപത്തായി 15 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു പ്രയർ റൂമും ഒരു അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ഏരിയയും മെയ്ഡ് ബാത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം 5 കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റങ്ങളും ഉൾച്ചേർത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് നമുക്ക് സെമി ഫർണിഷ്ഡ് ആയിട്ടോ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടോ വാങ്ങുവാനുള്ള സൗകര്യം ലഭ്യമാണ്. സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്കുള്ള വില 2,30,00,000 രൂപയാണ്. ആ വില നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 2,45,00,000 രൂപയാണ് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക. ഈ 2 വിലകളും തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ്. എറണാകുളത്തിൻ്റെ ഹൃദയഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കളമശ്ശേരി ടൗണിനോട് തൊട്ടു ചേർന്ന് മനോഹരമായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ധാരാളം ഫലവൃക്ഷലതാദികളുടെ ഒത്ത നടുക്കായി മനോഹരമായിട്ടുള്ള വിശാലം മുറ്റവും ഗാർഡൻ ഏരിയയുമുള്ള ഈ ഗംഭീര ലക്ഷൂറിയസ് വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കീഴിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീടിനെ 90% ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ്. ഈ ലക്ഷൂറിയസ് വീടിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും താങ്കൾ തീർച്ചയായും ഞങ്ങളുടെ കമൻറ്റായും ലൈക്കായും ഷെയറായും എല്ലാം രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.